വെൽക്കം ബാക്ക് ടു ലേണിനോ. ജൂലൈ 22 നടക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗിലുള്ള എക്സാമിന്റെ സിലബസ് ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ എയുടെ നോർമലി നടക്കുന്ന എക്സാമിന്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. എന്തായാലും നമുക്ക് അതിൽ ഏതൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇലക്ട്രിക് സർക്യൂട്ട്സ് 10 മാർക്കാണ് ഫസ്റ്റത്തെ ഒരു മോഡ്യൂളിൽ വരുന്നത്. അതിൽ നമുക്ക് കിർച്ചോഫ്സ് ലോ, അതേപോലെ തന്നെ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, കപ്പിൾഡ് സർക്യൂട്ട്സിന്റെ അനാലിസിസ്, അതേപോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, അതിന്റെ ജനറേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത RLC സർക്യൂട്ട്സ്, ഇതെല്ലാം കൂടെ വരുന്ന ഫസ്റ്റ് മോഡ്യൂളിൽ 10 മാർക്ക്. സെക്കൻഡ് വൺ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണ്. അതിൽ ബേസിക് ആയിട്ടുള്ള ടേംസ് വരുന്നുണ്ട്, ഫീൽഡ് സ്ട്രെങ്ത്, പൊട്ടൻഷ്യൽ കാര്യങ്ങൾക്ക്, പിന്നെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതേപോലെ തന്നെ ലെൻസസ് ലോ, ഇൻഡ്യൂസ്ഡ് EMF, സ്റ്റാറ്റിക്കലി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, അതെല്ലാം കൂടെ വരുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് സീരീസ് ആൻഡ് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട്സ് വിത്ത് കോമ്പോസിറ്റ് മെറ്റീരിയൽ, അതാണ് ഒരു അഡീഷണൽ ടോപ്പിക് വരുന്നത്. 10 മാർക്ക് സെക്കൻഡ് മോഡ്യൂൾ 10 മാർക്ക്. നെക്സ്റ്റ് വൺ DC ജനറേറ്റേഴ്സ് ആണ്. DC ജനറേറ്റേഴ്സ്, അതിന്റെ ടൈപ്സ്, വർക്കിംഗ്, പിന്നെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, 3 ഫേസ് ട്രാൻസ്ഫോമർ, ആൾട്ടർനേറ്റർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ഇതെല്ലാം കൂടെ വരുന്ന തേർഡ് മോഡ്യൂള് അഗെയിൻ 10 മാർക്ക്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെയാണ് എല്ലാ 10 മോഡ്യൂൾസും വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം, അതേപോലെ തന്നെ കോമ്പിനേഷൻ സർക്യൂട്ട്സ് പഠിക്കാനുണ്ട്. അതിൽ മക്സ്, ഡിമക്സ്, പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, രജിസ്റ്റർ, കൗണ്ടർ, പിന്നെ DAC ADC വരുന്നുണ്ട്. കൂടാതെ മൈക്രോ പ്രോസസർ 8085 മൈക്രോ പ്രോസസർ, അതിന്റെ ഫംഗ്ഷണൽ ബ്ലോക്ക്, ഇൻസ്ട്രക്ഷൻസ്, ക്ലാസിഫിക്കേഷൻ, ടൈമിംഗ് ഡയഗ്രാം എല്ലാം കൂടെ വരുന്ന ഫോർത്ത് മോഡ്യൂൾ അഗെയിൻ 10 മാർക്ക്. നെക്സ്റ്റ് പവർ സിസ്റ്റം ആണ്. പവർ സിസ്റ്റം അഗെയിൻ നമുക്ക് 10 മാർക്ക് തന്നെയാണ്. പവർ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതിൽ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം പവർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വരുന്നതാണ് പവർ സിസ്റ്റം. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ലൈൻ പാരാമീറ്റേഴ്സ്, റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, ഇൻസുലേറ്റേഴ്സ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, അതേപോലെ തന്നെ സിമെട്രിക് ആൻഡ് അസിമെട്രിക് ഫോൾട്ട്, സിമെട്രിക്കൽ കമ്പോണൻസ്, പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ് കുറച്ച് ടോപ്പിക്സ് സ്പെസിഫൈ ചെയ്തിട്ടാണ് പവർ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ളത്. 10 മാർക്ക്. നെക്സ്റ്റ് കൺട്രോൾ സിസ്റ്റം ആണ്. അതിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് LTI സിസ്റ്റംസ്, ടൈപ്സ് ആൻഡ് ഓർഡർ ഓഫ് സിസ്റ്റം, ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ, ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷൻ ഓഫ് ട്രാൻസിറ്റ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്, then error coefficients, root stability criteria, bot plot, polar plot, അതേപോലെ ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ ടോപ്പിക്സ് ആണ് വരുന്നത്. 10 മാർക്സ്. നെക്സ്റ്റ് പവർ ഇലക്ട്രോണിക്സ് ആണ്. അതിൽ മെയിൻ ആയിട്ട് SCR വരുന്നുണ്ട്, ഇൻവേർട്ടേഴ്സ് വരുന്നുണ്ട്, ഒപ്പാമ്പ് വരുന്നുണ്ട്. ഇത്രയും ടോപ്പിക്സ് ആണ് പവർ ഇലക്ട്രോണിക്സിൽ പറഞ്ഞിട്ടുള്ളത്. 10 മാർക്സ്. 8th മോഡ്യൂൾ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ മെഷർമെന്റ് സ്റ്റാൻഡേർഡ്, ടൈപ്സ് ഓഫ് എറർ, അതേപോലെ തന്നെ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, മൂവിംഗ് അയൺ, മൂവിംഗ് കോയിൽ, അതേപോലെ തന്നെ പവറിന്റെ മെഷർമെന്റ്, എനർജിയുടെ മെഷർമെന്റ്, TOD, ഓസിലോസ്കോപ്പ്, CRO, ഇത്രയും ടോപ്പിക്സ് വരുന്ന മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ 10 മാർക്ക്. 9th one is signals and system. അതിൽ ക്ലാസിഫിക്കേഷൻ, എലമെന്ററി സിഗ്നൽസ്, സിഗ്നലിന്റെ ഓപ്പറേഷൻസ്, അതേപോലെ തന്നെ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ, ടൈം ഇൻവേരിയൻസ്, ലീനിയാരിറ്റി, കോസാലിറ്റി, മെമ്മറി, സ്റ്റെബിലിറ്റി, അതെല്ലാം. പിന്നെ സാമ്പിളിംഗ് പ്രോസസ്സ്, സാമ്പിളിംഗ് തിയറം, ഏലിയാസിംഗ്, അതേപോലെ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ ഫുൾ സർക്യൂട്ട്, ഇത്രയും ടോപ്പിക്സ് 10 മാർക്ക്. ആൻഡ് ലാസ്റ്റ് മോഡ്യൂൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അതിൽ നമുക്ക് അതിന്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് പഠിക്കണം. പിന്നെ ബാറ്ററീസ്, വയറിംഗ്, എർത്തിങ്, ഇലുമിനേഷൻ എല്ലാം കൂടെ ചേർന്ന 10th മോഡ്യൂൾ അഗെയിൻ 10 മാർക്സ്. അപ്പൊ ഇത്രയാണ് നമുക്ക് സിലബസ് വരുന്നത്. നമ്മൾ ലേണിനോയിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലേണിനോടൊപ്പം പഠിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റ് ഇലക്ട്രിക്കൽ എക്സാംസിനുള്ള കോച്ചിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.